ഒരു വിശ്വാസിയുടെ ആദർശവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതും മനസ്സിലാവണം. ഖുർആൻ ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ സുന്നത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മനസ്സിലാവണം. നിങ്ങൾക്ക് അറബി അറിയും, ഖുർആൻ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഖുർആൻ മനസ്സിലാവൂലേ സുന്നത്തില്ലാതെ. വിശ്വാസികൾ ഒന്ന് അൽ ഈമാനു ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും റസൂലിലും ഉള്ള വിശ്വാസം, അത് അടിസ്ഥാനമാണ്. രണ്ടാമത്തെ ഇതാഅത്തുല്ലാഹ് വ ഇതാഅത്തുർ റസൂൽ, അത്തിയുല്ലാഹ വ റസൂല, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക, ഇതാഅത്ത് ചെയ്യുക. മൂന്നാമത്തത് ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനെ പിൻപറ്റുക, ജീവിതത്തെ പിൻപറ്റുക. നാലാമത്തെ ഭാഗം തഅല്ലും, റസൂൽ ആരാണ് എന്ന് അറിയുക. അതെല്ലാവർക്കും നിർബന്ധമാണ്, വിശ്വാസികൾക്ക്. അഞ്ചാമത്തെ കാര്യം ഇക്റാമി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ ആദരിക്കുക, ബഹുമാനിക്കുക. ഈ 5 തലങ്ങളും നമുക്ക് വേർപ്പെടുത്താൻ പറ്റില്ല. ഇതിൻ്റെ ഒക്കെ ഭാഗമായി വിശ്വാസിയിൽ എന്തായാലും ഉണ്ടാവേണ്ട ഒന്നാണ് ഹുബ്ബ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിയെ സ്നേഹിക്കുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ അവന് പ്രിയങ്കരനാവുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. വിശ്വാസിയാവണമെങ്കിൽ ഹുബ്ബ് റസൂൽ നിർബന്ധമാണ്. അപ്പോൾ ഹുബ്ബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായാൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയും.